ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ നമ്മുടെ സാഗറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കിവിടെ കല്യാണം ആലോചിച്ച് തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ കണ്ണേട്ടൻ. ആ കണ്ണേട്ടൻ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. നീ എത്രയും പെട്ടെന്ന് വന്നിട്ട് നീ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചേ മതിയാവും. നിൻ്റെ അടുത്ത് എന്തായാലും എൻ്റെ കണ്ണേട്ടന് ദേഷ്യമൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, നിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിയുള്ളതെന്ന് അറിഞ്ഞാൽ അത് ആകെ മൊത്തം പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സാഗറും പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ അരികിലേക്ക് വരാം മഞ്ജു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ നമ്മുടെ ദുർഗയോടൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ദുർഗയൊന്നും അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മേഘനാഥൻ്റെ അടുത്തോട്ട് തിരിച്ച് നീ പോകണം, ഇത്രയും കാലം ഒന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല, നീ ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, അത് ശരിയാണ്, നീ ഒരു പെൺകുട്ടി തന്നെയാണ്, പക്ഷേങ്കിൽ നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ, പക്ഷേങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നീ ഏട്ടനോട് പറഞ്ഞേക്ക്, നിൻ്റെ അമ്മയെ പോലെയൊന്നുമല്ല അയാളെപ്പറ്റി, നല്ലോണം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കെട്ടിച്ചയക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘനാഥനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മുടെ മാർക്കോയെ പറ്റി മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണനോടാണെങ്കിലും മഞ്ജുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. അങ്ങനെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, നീ കണ്ടുപിടിച്ച ആളെ പോലെയൊന്നുമല്ല ആ മാർക്കോ എന്ന് പറയുന്ന ആൾ, നല്ലവനാ, അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും, എന്തായാലും ഞാനിത് ഉറപ്പിക്കാൻ പോവാണ് മഞ്ജു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഞ്ജു ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ മറ്റൊരാളുടെ കഴുത്തിലെ താലിയും കൂടെ എൻ്റെ കഴുത്തിൽ വീണ എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരവസ്ഥയിൽ മഞ്ജു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ കണ്ണനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ. അവിടെ ദുർഗയും നമ്മുടെ കരുണയും കണ്ണനും ഒക്കെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ 2 മാസം ഗർഭിണിയാണ്. അപ്പോൾ നമ്മുടെ ദുർഗയാണ്, എന്താടി നീ പറയുന്നത്, നിനക്കെന്താ പ്രാന്തായോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗയോട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, പ്രാന്തൊന്നും അല്ല അമ്മേ, എന്നെ ആ മേഘനാഥൻ ചതിച്ചിരുന്ന സമയത്ത് എനിക്ക് തണലായി നിന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതെൻ്റെ സാഗരേട്ടൻ മാത്രമാണ്. സാഗരൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത്, ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണേട്ടൻ ഇതിന് എതിർക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷേങ്കിൽ എനിക്ക് അയാൾ ഇനി ഇല്ലാതെ പറ്റത്തില്ല, കാരണം അയാൾ എന്നെ അത്രയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണനോട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മുടെ മേഘനാഥനെ വിളിച്ചു വരുത്താണ് ദുർഗ ചെയ്യുന്നത്. ദുർഗ പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും ഇവൻ്റെ കൂടെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, കാരണം അത് ഈ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനം കാത്തുകൊള്ളുന്ന ഒരു കാര്യമാണ് നീ ചെയ്യുന്നത്, അല്ലാതെ നീ മറ്റൊരുത്തൻ്റെ ഭാര്യയെയും മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറഞ്ഞത് അതൊന്നും ഈ കുടുംബത്തിൽ നടപ്പായിട്ടുള്ള കാര്യമല്ലെന്നൊക്കെ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ ദേഷ്യം പിടിച്ച് അകത്തോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ് മഹാലക്ഷ്മിയും കണ്ണനാണെങ്കിൽ. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് തന്നോട്, ആ പണ്ട് സാഗർ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തനിക്ക് എന്താണോ തോന്നിയത്, അവൻ നല്ലവനാണോ എന്ന് എനിക്ക് തോന്നില്ലടോ, തന്നോട് അവൻ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പെങ്ങളോട് അവൻ എങ്ങനെയൊക്കെ കാണിച്ചിരിക്കും, എനിക്ക് ആകെ മൊത്തം ഒന്നും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും ആ സാഗറിൻ്റെ ബുദ്ധി ആയിരുന്നില്ലല്ലോ, അതെല്ലാം ആ മേഘനാഥൻ പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ, അവനങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാത്തിനും കാരണം ആ മേഘനാഥനാണെന്ന് നമുക്ക് അന്നേ മനസ്സിലായില്ലേ. സാഗർ എന്ന് പറയുന്ന ഒരാളെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല, എന്നാലും കണ്ണേട്ടൻ അവനെ അവൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും കൂടുതലൊന്ന് അന്വേഷിക്കണം, എന്നിട്ട് മാത്രം വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ മതി, അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ കണ്ണേട്ട എന്നാണ് മഹാലക്ഷ്മി പറയുന്നത് തന്നെ. ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.